വീണ്ടും ഇതുപോലെ തന്നെ പ്രാർത്ഥന തുടർന്നു. കൃപാസന പത്രം ഇതുപോലെ തന്നെ ഞാൻ ദൂര സ്ഥലങ്ങളിൽ വരെ ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒന്നും പ്രാർത്ഥിച്ചിട്ടല്ല കൊടുത്ത്, പിന്നെ എനിക്കത് വീണ്ടും മനസ്സിലായി, പ്രാർത്ഥിച്ച് കൊടുക്കാൻ തുടങ്ങി. പതുക്കെ എൻ്റെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങി. പതുക്കെ സന്തോഷമുണ്ടായി തുടങ്ങി, വീട്ടിലൊരു സമാധാനം വന്നു തുടങ്ങി, എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം ഉണ്ടായി. ഞാൻ 18 വയസ്സ് മുതൽ മദ്യം കഴിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്ത ആളാണ്. ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്നേ വരെ ഞാൻ മദ്യം കഴിച്ചിട്ടില്ല, സിഗരറ്റ് വലിച്ചിട്ടില്ല. അത് വലിയൊരു അനുഗ്രഹമാണ്, അത് ചെറുതല്ല. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ട് എന്നെക്കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണ് മാതാവ് എനിക്ക് നിസ്സാര സമയം കൊണ്ട് സാധിച്ചു തന്നത്. രണ്ടാമത്തെ കാര്യം, സമാധാനമുള്ളൊരു ജോലി ഞാൻ ആഗ്രഹിച്ചിരുന്നു. വലിയ ശമ്പളമൊന്നും ഇല്ലെങ്കിലും സമാധാനം